ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 33:12. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ഈ ലോകത്ത് മനുഷ്യർ ഭാഗ്യം എന്തിലാണ് കാണുന്നത്? പണമുണ്ടെങ്കിൽ ഭാഗ്യമായിട്ട് കാണുന്നു. നല്ല ജോലി കിട്ടിയാൽ ഭാഗ്യം, നല്ല വീടുണ്ടെങ്കിൽ ഭാഗ്യം എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവവചനം പറയുന്നത് വേറെയാണ്. ദൈവം നമ്മുടെ ദൈവമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ഭാഗ്യമെന്ന് പറയുന്നത്. ഒരു രാജ്യമെന്ന് പറയുന്നത് ശക്തിയുള്ള സൈന്യം കൊണ്ടല്ല നിലനിൽക്കുന്നത്. ഒരു കുടുംബം പണത്താൽ മാത്രം സന്തോഷിക്കുന്നതുമല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം ബുദ്ധിയാൽ മാത്രം വിജയിക്കുന്നതുമല്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ അതാണ് സുരക്ഷ എന്ന് പറയുന്നത്. ദൈവം വഴി നടത്തിക്കഴിഞ്ഞാൽ അതാണ് വിജയം എന്ന് പറയുന്നത്. ദൈവം തിരഞ്ഞെടുത്ത ജനമായി കഴിഞ്ഞാൽ അതാണ് മഹത്വം എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മളോട് തന്നെ ചോദിക്കുവാനായിട്ട് സാധിക്കണം, എൻ്റെ ദൈവം ആരാണ്? സമ്പത്താണോ? സ്ഥാനമാണോ? മനുഷ്യരുടെ പ്രശംസയാണോ? അല്ലെങ്കിൽ യഹോവയാണോ? ദൈവത്തെ ദൈവമാക്കി സ്വീകരിക്കുന്നവർക്കൊരു പ്രത്യേക അടയാളമുണ്ട്. അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് പ്രത്യാശയുണ്ട്, അവർക്ക് ഭയം കുറവാണ്. നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും യഹോവയെ നമുക്ക് രാജാവായി സ്ഥാപിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ ഭാഗ്യവാനാണ്, കാരണം എൻ്റെ ദൈവം യഹോവയാണ് എന്ന് പറയുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.